ദൈവം ആർക്കു വേണ്ടിയാണ് എഴുന്നേറ്റിരിക്കുന്നത്? അവൻ എളിയവർക്ക് വേണ്ടി എഴുന്നേറ്റിരിക്കുകയാണ്. അവൻ ദരിദ്രർക്ക് വേണ്ടി എഴുന്നേറ്റിരിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. എളിയവരുടെ പീഡ സഹിക്കുന്ന എളിയവർക്ക് വേണ്ടി അവൻ എഴുന്നേറ്റിരിക്കുകയാണ്, വിടുവിക്കുവാൻ വേണ്ടി എഴുന്നേറ്റിരിക്കുകയാണ്. ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും ഞെരുക്കം നിമിത്തം ദീർഘശ്വാസം വലിക്കുന്ന ദരിദ്രർക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം എഴുന്നേറ്റിരിക്കുകയാണ്. ദൈവം എഴുന്നേറ്റിരിക്കുമ്പോൾ അസാധാരണമായിട്ടുള്ള സംഭവങ്ങൾ സംഭവിക്കും. വിധവകൾക്കും അനാഥർക്കും ന്യായപാലനം ചെയ്യുന്ന ദൈവം, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരുമില്ലെങ്കിലും, നിങ്ങൾക്ക് വേണ്ടി തുണ നിൽക്കുവാൻ വേണ്ടി ആരുമില്ലെങ്കിലും, നിങ്ങളുടെ വിഷയത്തിന് ഇടപെടുവാൻ വേണ്ടി ആരുമില്ലെങ്കിലും, നിങ്ങൾ കടന്നു പോകുന്ന പാതയിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി ആരുമില്ലെങ്കിലും, കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റിരിക്കുന്നു. അവലംബഹീനനെ, ദരിദ്രനെ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന കർത്താവ് ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റിരിക്കുന്നു. നിങ്ങളുടെ വിഷയം ഏതുമാകട്ടെ, പണം ഇല്ലാത്തതിൻ്റെ പേരിൽ, വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ പേരിൽ, സ്ഥാനമാനങ്ങൾ ഇല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങളെ ഞെരുക്കുന്ന, നിങ്ങളെ ഉപദ്രവിക്കുന്ന, നിങ്ങളെ പഴി ചെയ്യുവാൻ നോക്കുന്ന നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഈ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുമാറാകട്ടെ. ആമേൻ.